Hello friends, welcome back to day 6 of 100 days vlog challenge. ഇന്നത്തെ ദിവസം നമ്മളെ എൻ്റെ ഇന്നത്തെ കംപ്ലീറ്റ് ഡേ ലൈഫ് ഞാൻ ഇന്നത്തെ ദിവസം വ്ളോഗായി ചെയ്യാൻ തീരുമാനിച്ചു. അതായത് വ്ളോഗിൽ ഇന്നത്തെ ദിവസം നടക്കുന്ന അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ വ്ളോഗിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തും. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒട്രാസി തോന്നിയ പോലെ ഇങ്ങനെ വീഡിയോ എടുക്കും. ഇന്നും അതേപോലെ തന്നെ ഇന്ന് നടക്കുന്ന സംഗതി അതിനെ ഷൂട്ട് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടും. ഇന്നത്തെ പരിപാടി അതാണ്. ഇന്നത്തെ തുടക്കം തന്നെ അതാ കമ്പനിയുടെ കാറിലിരുന്നാണ്. ഇനി അങ്ങോട്ട് ഉള്ളത് അങ്ങോട്ട് കണ്ടുകൊണ്ടേ പോവാം. അതുപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിനല്ലോ, എൻ്റെ അടുക്ക ഒരു മൂന്നാമത്തെ വ്ളോഗിലെന്തോ ഞാൻ പറഞ്ഞതിന് ഞാൻ റൂം മാറുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആ റൂം മാറി, ഞങ്ങൾ പുതിയ വേറെ വീട് കിട്ടി. അന്ന് പറഞ്ഞ ആ വീടല്ല, വേറെ വീട് കിട്ടി. അതിലേക്ക് ഞങ്ങൾ മാറി. ഞങ്ങൾ 5 പേരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഈ പണ്ടത്തെ റൂമിൽ നിന്ന് ഈ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പം ആ വീട്ടിലുള്ള ആൾക്കാർ ഇറങ്ങാൻ 2 ദിവസം സമയമെടുക്കും. അപ്പോൾ ആ 2 ദിവസം ഞങ്ങൾ മാറി താമസിക്കേണ്ടി വരും. എനിക്ക് പ്രശ്നമില്ല, ഇവിടെ തന്നെ എൻ്റെ കസിൻസിൻ്റെ വീടുണ്ടോണ്ട് ഞാൻ അങ്ങോട്ട് മാറി. ആ ബാക്കിയുള്ള 4 പേര് അവരെ കസിൻസിൻ്റെ റൂമിലേക്ക്, അവരെ കസിൻസ് മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കുക. അപ്പോൾ അവരെ റൂമിലേക്ക് അവർ പോയി, മാംഗ്ലൂരിലേക്ക് പോയി. ഞാനും ഇവിടെ തന്നെ അടുത്ത് തന്നെ 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് എത്തും. ഞാൻ പറഞ്ഞ വീടുണ്ടല്ലോ, അവിടേക്ക് കയറി. ഞങ്ങൾ സാധനമൊക്കെ ഇപ്പോൾ ഉള്ളത് ആ വീട്ടിലാണ്. പിന്നെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പിടാൻ പറ്റും, ഞങ്ങൾ 5 പേര് ഒന്നിച്ചാൽ പിന്നെ അത്യാവശ്യം നല്ല നല്ല കണ്ടന്റ് ഇടാൻ ഞാൻ പ്ലാനിങ് ഇട്ടുകൊണ്ടുണ്ട്. നല്ല നല്ല കണ്ടന്റിന് വേണ്ടി എന്തായാലും ഞാനിടും. അത്യാവശ്യം നല്ലതൊക്കെ നോക്കിയെടുത്ത് സെലക്ട് ചെയ്ത് ഞാൻ എന്തായാലും ഇട്ട് തരും. എനിവേ നോക്കണം എന്തെല്ലാം ആവും ഒന്നും പറയാൻ പറ്റൂല. പറ്റുണ്ടല്ലോ, ഈ മാസം എനിക്ക് എല്ലാം ഒരുമിച്ച് വന്നു. എല്ലാം വന്നു. എക്സാമിന് എക്സാം, റൂം മാറുന്നതിൽ. പിന്നെ ഈ മാസമായിരിക്കും ഞാൻ എൻ്റെ ജോബ് വിടുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് എല്ലാം ഇതേ ഒരു മാസം ഒന്നിച്ചായി. മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ പണി കഴിഞ്ഞ് പോയിട്ട് അനിമി കാണാൻ പറ്റൂല. മറ്റന്നാൾ എക്സാം വരുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് വേണം, പോയി ഇരുന്ന് പഠിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ 8 മണിക്ക് വർക്ക് കഴിഞ്ഞ് എത്തിയാൽ 9, 10, 11, 12, 4 മണിക്കൂർ വരെ അനിമി കണ്ടുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ അനിമി കാണാൻ പറ്റൂല, ഒരാഴ്ചത്തേക്ക് അനിമി കാണാൻ പറ്റൂല, സമയം കിട്ടൂല. സമയം ഉണ്ടെങ്കിൽ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ സമയം ഉണ്ടാവും, ആ സമയത്തൊക്കെ ഞാൻ കാണും. വെറുതെ എന്നാലും ഇരിക്കൂല. അതിനിപ്പോൾ ഈ മാസം വർക്ക് വിടുന്നതുകൊണ്ട് നല്ല വർക്ക് ഓഫീസിലുണ്ടാവും. കുറേ ക്ലിയറാക്കി കൊടുക്കാനുണ്ട്, കുറേ കണക്ക് കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഈ ഓഫീസിൽ അക്കൗണ്ട്സ് ആയിട്ടുള്ളതുകൊണ്ട് ഒരു 1-2 മാസം മുമ്പേ ഞാൻ പറഞ്ഞു വെച്ചിന് പോകുന്ന കാര്യം. ഇല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്കൊരു ശരിയാവൂല. പിന്നെ അങ്ങനെ പെട്ടെന്ന് വിട്ടു പോവാനുള്ളൊരു ബന്ധം പോലെ അല്ല ഇവിടെ ഞാനുള്ളത്. അങ്ങനെ 2 മാസം മുമ്പേ പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 ഡേയ്സാ 15 ഡേയ്സ് ഒന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ ഡേ ലൈഫ് ഞാൻ നല്ല രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിടും. സോ വണ്ടി നേരെ ഞാൻ സൈറ്റിലേക്ക് വിട്ടു, ഞങ്ങൾ വർക്കിംഗ് സൈറ്റിലേക്ക് വിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അടുത്ത കാഴ്ചകളാണ്. പുതിയതായിട്ട് എടുത്തൊരു സൈറ്റ് 6 ഏക്കറോളം ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബാംഗ്ലൂർ ടൈപ്പിലായിട്ടുള്ള ഒരു ലേ ഔട്ടാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഇവിടെ ഓൾറെഡി ഷെഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി സമയം കളയേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ മെയിൻ എടുത്ത് പറയേണ്ട എടുത്ത കിണർ അമ്മാതിരി വലുപ്പവും അതുപോലെ തന്നെ നല്ല വെള്ളവും ഉണ്ട്. കിണറിൻ്റെ ഷോർട്ട്സ് എടുക്കാൻ നമുക്ക് പറ്റിയില്ല. സൈറ്റ് വിസിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വണ്ടി എടുത്ത് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. പിന്നെ നമ്മൾ ഈ ഓഫീസിലത്തെ ഈ വണ്ടി സർവീസിന് വെക്കാൻ സമയമായി. 7000 കിലോമീറ്ററോളായി ലാസ്റ്റ് ടൈം ഓയിൽ ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സർവീസിന് വെക്കാൻ പോകുന്ന പോക്ക്.
സർവീസിന് പോകുന്നതിൻ്റെ ഇടയിൽ ഒരിടത്ത് വണ്ടി ഞാൻ നിർത്തി. ഇത് ഈ സ്ഥലത്ത് ബോണ്ട ഫാക്ടറി എന്ന് പറയും, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ബോണ്ട ഫാക്ടറി മാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐസ്ക്രീം കിട്ടുന്ന സ്പോട്ട്. ഇവർ തന്നെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇവർ ടോപ്പിങ്സ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ടോപ്പിങ്സ്, പൈനാപ്പിൾ ടോപ്പിങ്സ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജാക്ക് ഫ്രൂട്ടാണ്. പിന്നെ ഇവിടെ നല്ലോണം കപ്പിൾസ് കാര്യങ്ങളൊക്കെ വരും. കോളേജ് സമയത്തൊക്കെ കോളേജ് കട്ട് ചെയ്ത് ഞാൻ കാണുന്നുണ്ടാവുമല്ലോ. ഉള്ളിലാണ് ഈ സ്ഥലം ഉള്ളത്. ആൾക്കാർ ഇതിന് തപ്പിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിൽ ടെൻഡർ കോക്കനട്ടിൽ മറ്റേ മിക്സിങ് വരുന്നുണ്ട്, ഇത് ടോപ്പിങ്സ് വരുന്നുണ്ട്, ജാക്ക് ഫ്രൂട്ട്. അതാണ് എൻ്റെ ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഐറ്റംസ്. മാഡം ഇത് 1 സ്കൂപ്പ് ടെൻഡർ വിത്ത് ജാക്ക് ഫ്രൂട്ട്. നോർമൽ 1 scoop is 100 cash. Thank you. ഇതിൻ്റെ ജാക്ക് ഫ്രൂട്ട് ടോപ്പിങ്സ് ഉണ്ടല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഐറ്റമാണ്. ആര് ചൂസ് ചെയ്യുന്നതിനും ചൂസ് ചെയ്യാം. ബോണ്ട ഫാക്ടറിയിൽ അത്രക്കും ടേസ്റ്റാണ് ഇതിന്. ಕಂಪ್ಲೀಟ್ ಏನೂ ಇಲ್ಲ. ಮತ್ತು ವೀಲ್ ಅಲೈನ್ಮೆಂಟ್ ಮಾಡಲಿಕ್ಕೆ ಆಯಿಲ್ ಚೆಕ್ ಮಾಡಲಿಕ್ಕೆ. ಯಾವಾಗಲೂ ಅಶ್ವಿನ್ ಉಂಟು. ಅಶ್ವಿನ್ ಲೀವಲ್ಲಿ ನಮಗೆ ಇನ್ನು ಬ್ಯಾಂಗ್ಳೂರು ಹೋಗ್ಲಿಕ್ಕೆ ಉಂಟು. ಕೊಡು ಸರ್. ಅದಕ್ಕಾಗಿ ಅಂದರೆ ಎಷ್ಟೊತ್ತಿಗೆ ಬೇಕಿತ್ತು ವೆಹಿಕಲ್? ನಾನು ಇಲ್ಲಿ ವೆಯ್ಟ್ ಮಾಡ್ತೀರಾ? ಹಾಕಿ ಕೊಡಿ. ಆ್ಯಡ್ ಬ್ಲೂ ಬೇಡ ಅಲ್ಲ ಸರ್? ಆ್ಯಡ್ ಬ್ಲೂ ಲಾಸ್ಟ್ ಟೈಮ್ ಒಂದು ಫಿಲ್ ಮಾಡಿದ್ದು. ಇಲ್ಲಿ ಒಂದು ಇಲ್ಲೊಂದು ಐಕ್ರೋಸ್ ಬುಕ್ ಮಾಡಿದ್ದು ಲಾಸ್ಟ್ ಟೈಮ್, ಆವಾಗ ಮಾಡಿ. ಐಲೆಕ್ಸ್ ಎಲ್ಲ ಬರ್ತುಂಟಲ್ಲ, ಅದೆಲ್ಲ ನಿಮ್ಮದು ಐಲೆಕ್ಸ್ ಎಲ್ಲ ವೆಹಿಕಲ್? ಐಲೆಕ್ಸ್ ಬರಲ್ಲ ನಮ್ಮದು, ಐಲೆಕ್ಸ್ ಇಲ್ಲ. ಮತ್ತೆ ಒಂದು ಲಿಜೆಂಡ್ರ್ ಉಂಟು. ಇದರ ಎಸ್ಟಿಮೇಷನ್ ಒಂದು ಸರ್ವಿಸ್, ಜನರಲ್ ಚೆಕಪ್, ಎಲಿಮೆಂಟ್, ಬ್ಯಾಲೆನ್ಸಿಂಗ್, ರೊಟೇಷನ್, ವಾಷಿಂಗ್ ಒಂದು ಬರುತ್ತೆ. ಒಂದು ಎಸ್ಟಿಮೇಷನ್ 5400 ಪ್ಲಸ್ ಟ್ಯಾಕ್ಸ್ ಬರುತ್ತೆ ವೆಹಿಕಲ್. ಸೈನ್ ಒಂದು ಮಾಡಿ.
ಅದು ವಿಡಿಯೋ ಯಾಕೆ ಸರ್? ನಾನು ಯೂಟ್ಯೂಬಲ್ಲಿ ವ್ಲಾಗ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದೆ. ಅದು ವ್ಲಾಗ್ ಅಂದರೆ ಒಂದು 100 days ಚಾಲೆಂಜ್, ಅದಕ್ಕಾಗಿ ಮಾಡಿ. ನಿಮಗೇನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲಲ್ಲ? ನನಗೆ ಪ್ರಾಬ್ಲಮ್, ನಂದು ಫೇಸ್ ಬರುತ್ತೆ. ಫೇಸ್ ಬರಲಿಲ್ಲ, ಬರಲ್ಲ ನಂದು ಫೇಸ್ ನಂದು, ಅದಕ್ಕಾಗಿ ഈ ಥರ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കസിൻ്റെ വീട്ടിലേക്ക് എത്തി. വന്നതും ഫ്രഷായി. മറ്റന്നാൾ തിങ്കളാഴ്ച എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഫുൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പഠിത്തം 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 പഠിച്ച് മരിക്കും. അപ്പോൾ എനിവേ ഗൈസ്, ഇന്നേക്കുള്ളതായി. ഇനി എനിക്ക് പഠിക്കാതിരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.